ഹലോ നമസ്കാരം. മഴ തോരും മുമ്പേ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് സ്റ്റാൻലിയും അതുപോലെ അലീനയും കൂടി ഒരു പെസഹ വ്യാഴാഴ്ച അനാഥാലയങ്ങൾ സന്ദർശിക്കാൻ പോയ കഥയാണ് കേട്ടോ. അലീനയുടെ നിർബന്ധത്തിന് വഴങ്ങി സ്റ്റാൻലിയും കൂടെ പോവായിരുന്നു. കൂടെ എല്ലായിടത്തും കയറി ഇറങ്ങി സ്റ്റാൻലി. ഇതെൻ്റെ പപ്പായാണ് എന്ന് പറഞ്ഞ അലീന എല്ലാവർക്കും സ്റ്റാൻലിയെ പരിചയപ്പെടുത്തി കൊടുത്തെങ്കിലും പലർക്കും അത് വിശ്വസിക്കാനൊന്നും പറ്റിയില്ല. അവസാനം കുറേ കഴിഞ്ഞപ്പം സ്റ്റാൻലി തന്നെ അങ്ങ് മടുത്തൂന്ന് കാണുമ്പം അലീന തന്നെ പറയുന്നുണ്ട്, മതി പപ്പ, ഇനി നമുക്ക് പിന്നീട് പോകാമെന്ന്. അങ്ങനെ അവർ തിരിച്ച് വരികയാണ് കേട്ടോ. രാത്രി ഒരുപാട് വൈകി അവർ തിരിച്ച് വീട്ടിൽ കുളത്തുപുഴയിൽ എത്തുകയാണ്. അതിനുശേഷമുള്ള ഭാഗങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത്. കൊട്ടാരമറ്റം തറവാട്ടിൽ എത്തുന്നതും അവിടെ വെച്ച് ഷെറിനെ കാണുന്നതും ഷെറിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അലീന സ്റ്റാൻലിയോട് സംസാരിക്കുന്നതും സ്റ്റാൻലി അതൊക്കെ കേട്ട് അത്ഭുതപ്പെട്ട് നിൽക്കുന്നതും ഒക്കെ ആയിട്ടുള്ള നാടകീയ രംഗങ്ങളാണ് ഈ എപ്പിസോഡിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഹൈപ്പ് ചെയ്യണം, അതുപോലെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ ഈ സീരിയലിനെ കുറിച്ചും കഥയെക്കുറിച്ചിട്ടും ഒക്കെ ഉള്ള കഥാപാത്രങ്ങളെക്കുറിച്ചും അവരുടെ അഭിനയത്തെക്കുറിച്ചും ഒക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്താനും ആരും മറക്കല്ലേ. അങ്ങനെ ദുഃഖ വെള്ളിയാഴ്ച കഴിഞ്ഞു. ശനിയാഴ്ച ബ്രേക്ക്ഫാസ്റ്റിന് ഇരുന്നപ്പോൾ ഔതക്കുട്ടി ചായൻ സ്റ്റാൻലിയോട് പറയുകയാണ്, ലാലിച്ച, നീ നിന്റെ മോളുടെ കാര്യങ്ങളൊക്കെ സാധിച്ചു കൊടുത്തു. നിന്റെ അപ്പന് യാതൊരു വിലയുമില്ല അല്ലേ? അപ്പച്ചന് വിലയില്ലെന്ന് ആര് പറഞ്ഞു? എടാ, ഉണ്ടായിരുന്നെങ്കിൽ നീ എൻ്റെ ആഗ്രഹം സാധിച്ചു തരുമായിരുന്നില്ലേ? ഓ, പുനലൂർ ഈസ്റ്റർ ആഘോഷിക്കുന്ന കാര്യം അത് അപ്പച്ചൻ വിട്ടില്ലേ? എടാ, അടുത്ത കൊല്ലം ഞാനില്ലെങ്കിൽ നീ ഇരുന്നോർക്കും അപ്പച്ചൻ്റെ ആശ നടത്തി കൊടുക്കേണ്ടതായിരുന്നു എന്ന്. മക്കൾ അപ്പന്മാരുടെ വില മനസ്സിലാക്കി വരുമ്പോഴേക്കും അവർ ഈ ലോകം വിട്ടുപോയി കഴിഞ്ഞിരിക്കും. അങ്ങനെയാ പതിവ്. ഇനിയിപ്പോൾ നീ ആയിട്ട് ആ പതിവ് തെറ്റിക്കേണ്ട. സ്റ്റാൻലി ഒന്നും മിണ്ടിയില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് മുറിയിലെത്തിയ ശേഷം അയാൾ അലീനയെ വിളിച്ചു പറഞ്ഞു, നീ ചെന്ന് അപ്പച്ചനോട് പറ പുനലൂർക്ക് പോകാമെന്ന്. ഇത്തവണ കൊട്ടാരമറ്റം തറവാട്ടിൽ വെച്ച് ഈസ്റ്റർ ആഘോഷിച്ചില്ല എന്നുള്ള പരാതി അതിനി വേണ്ട. നേരാണോ പപ്പ? അപ്പോൾ നമ്മളോടും കൂടിയാ പറഞ്ഞത്. ചിന്നമ്മയില്ലാതെ കിളവൻ ഇവിടെ നിന്ന് പോകുമോ പുനലൂർക്ക്? അലീനയ്ക്ക് ചിരി വന്നു. ആ പപ്പായുടെ കാര്യം ചിലപ്പോൾ ഒരു പിടിയും കിട്ടത്തില്ല. പപ്പ സംസാരിക്കുന്നത് അലീന ആഹ്ലാദത്തോടെ ഓടിപ്പോകുന്നത് നോക്കി സ്റ്റാൻലി ചെറുപുഞ്ചിരിയോടുകൂടി നിന്നു. അലീന ഔതക്കുട്ടിച്ചായന്റെ മുൻപിൽ ചെന്ന് ഒരു വിളംബരം അങ്ങ് നടത്തി. ഈ വർഷത്തെ ഈസ്റ്റർ മഹാമഹം പുനലൂർ കൊട്ടാരമറ്റം തറവാട്ടിൽ വെച്ച് പൂർവാധികം ഭംഗിയായി കൊണ്ടാടുവാൻ തീരുമാനിച്ചിരിക്കുന്നു. ദ റിട്ടയർഡ് ലഫ്റ്റനന്റ് കേണൽ സ്റ്റാൻലി ജോസഫിന്റെ ഓർഡർ. കൊട്ടാരമറ്റത്തിൽ ഔതക്കുട്ടിച്ചായൻ എത്രയും വേഗം സ്ഥലം വിടുവാൻ ഒരുങ്ങിക്കൊള്ളേണ്ടതാണ്. ഔതക്കുട്ടിച്ചായൻ കണ്ണു മിഴിച്ചു നിൽക്കെ അവൾ തൻ്റെ മുറിയിലേക്ക് ഒറ്റ ഓട്ടമായിരുന്നു. സെൽഫോൺ എടുത്ത് ആദ്യത്തെ കോൾ പുനലൂരിലേക്ക് ആൻസിക്കും റോബർട്ടിനും, അടുത്തത് ജോസുകുട്ടിക്കും സാന്ദ്രയ്ക്കും, അതിനടുത്ത കോൾ റോണിക്കും ശോഭിക്കും. എല്ലായിടത്തേക്കും ഒരേ പല്ലവി തന്നെ ആവർത്തിച്ചു. വിവരം അറിയിച്ച ശേഷം അവൾ പോകുവാനുള്ള ഒരുക്കം തുടങ്ങി. 2 മണിക്കൂറിനുള്ളിൽ വീട് പൂട്ടി ആൻ്റപ്പനെ താക്കോൽ ഏൽപ്പിച്ച് സ്റ്റാൻലിയും ഔതക്കുട്ടിച്ചായനും അലീനയും ഇറങ്ങി. കാറിൽ ഇരിക്കുമ്പോൾ അലീന ഔതക്കുട്ടിച്ചായനോട് പറയുകയാണ്, ഇപ്രാവശ്യം തിരികെ വരുമ്പോൾ ഷെറിനാൻറ്റിയെ കൂടെ കൊണ്ടുവരണം കൊളുത്തുപുഴയ്ക്ക്. ഔതക്കുട്ടിച്ചായൻ ഒരു ചെറിയ ഞെട്ടലോടെ അലീനയുടെ മുഖത്തേക്ക് നോക്കി. അയാളുടെ ആ നരച്ച പുരികം വളഞ്ഞിരുന്നു. അയാൾ ചോദിക്കുകയാണ്, അതെന്തിനാണ് കുളത്തുപുഴ അവളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്? എനിക്കൊരു കൂട്ട് വേണം വലിയപ്പച്ച. ഷെറിനാൻറ്റിക്ക് ഒരു കൂട്ട് വേണം. ആ ആൽബിയും റോബിനും സമ്മതിക്കുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അവരെക്കാളും അധികാരവും അവകാശവും ഉള്ള 2 പേരുണ്ടല്ലോ, എൻ്റെ പപ്പായും വലിയപ്പച്ചനും. അങ്ങനെയുള്ളപ്പോൾ തലയിരിക്കുമ്പോൾ വാലാടേണ്ട കാര്യമില്ലല്ലോ. ഔതക്കുട്ടിച്ചായൻ മൗനമായി കേട്ടുകൊണ്ടിരുന്നു. തുടർന്ന് കാണുന്നത് കൊട്ടാരമറ്റം വീടിൻ്റെ ഗേറ്റാണ്. റബ്ബർ ഇലകളും റബ്ബർ കായകളും വീട് മൂടിയ പാത, ചരൽ വിരിച്ച മുറ്റത്തുകൂടി ഓടിവരുന്ന കുട്ടികൾ. അത് ജോൺ പോളും ദിയാമോളുമായിരുന്നു. റോബർട്ടും ആൻസിയും സിറ്റ് ഔട്ടിലുണ്ട്. കാർ നിർത്തുവാൻ ആംഗ്യം കാട്ടിക്കൊണ്ട് ജോൺ പോൾ കാറിന്റെ മുന്നിലേക്ക് ഓടി. സ്റ്റാൻലി കാർ നിർത്തിയതും ദിയാമോൾ ഡോറിൽ വന്ന് അലച്ചു. തട്ടി വിളിക്കുവാൻ തുടങ്ങി. അലീന ഡോർ തുറന്നിറങ്ങിയതും ജോൺ പോൾ ഇരു കൈയും വിടർത്തി പിടിച്ച് അവളുടെ ദേഹത്തേക്ക് പാഞ്ഞു വീണു. അലീന അവനെ പൊക്കിയെടുത്ത് വട്ടം കറക്കി ഒരു ഉമ്മയും കൊടുത്ത് താഴെ നിർത്തുവാൻ ശ്രമിച്ചു. എന്നിട്ട് വേണം അവൾക്ക് ദിയാമോളെ എടുക്കുവാൻ. പക്ഷേ ജോൺ പോൾ താഴെ ഇറങ്ങാതെ അലീനയുടെ കഴുത്തിൽ കൈ ചുറ്റി അള്ളി പിടിച്ചിരിക്കുകയാണ്. സിറ്റ് ഔട്ടിൽ നിന്ന് റോബർട്ടിന്റെ ഉഗ്രശാസന വേണ്ടി വന്നു അവൻ പിടുത്തം വിടാൻ. അടുത്തത് ദിയാമോളുടെ ഊഴമായിരുന്നു. അത് കണ്ടുകൊണ്ട് ആൻസി അതിശയത്തോടെ തൻ്റെ ഭർത്താവിനോട് പറയുകയാണ്, പിള്ളേരുടെ ഒരു സ്നേഹം കണ്ടോ? ഈ സമയത്ത് ആൻറ്റി വന്നേ, അലീന ആൻറ്റി വീണ്ടും വന്നേ എന്ന് ആരോടൊന്നില്ലാതെ പറഞ്ഞുകൊണ്ട് ജോൺ പോൾ ഓരോ മുറിയിലൂടെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടേയിരുന്നു. അവൻ ആഹ്ലാദം അടക്കുവാൻ കഴിഞ്ഞില്ല. റോബർട്ടിനോടും ആൻസിയോടും മറിയക്കുട്ടിയോടും കുശലാന്വേഷണം നടത്തിയ ശേഷം
അലീന ഷെറിന്റെ മുറിയിലേക്ക് ചെന്നു. ഷെറിൻ മേശയ്ക്ക് മുൻപിൽ നിന്ന് ഒരു ആൽബം മറച്ചു നോക്കുകയായിരുന്നു. ആരുടെയോ കാൽപെരുമാറ്റം കേട്ടതും അവൾ അത് പുറകിൽ മറച്ചു പിടിച്ചു. അലീന ചോദിക്കുക, ആന്റി എന്ത് ചെയ്യുക? ഒന്നും ചെയ്യുന്നില്ല എന്ന മട്ടിൽ അവൾ തല വെട്ടിച്ചു. അല്ല, എന്നെ കണ്ടപ്പോൾ എന്താ ഒളിച്ചു പിടിച്ചത്? ഒന്നുമില്ല. എന്തോ ഒന്നും കണ്ടല്ലോ. ഇല്ല. ആ ശരി, ഞാൻ കണ്ടില്ല, സമ്മതിച്ചു. തുടർന്ന് അലീന ഷെറിന്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, സുഖമാണോ റാണി ആന്റിക്ക്? ഒടുന്നനെ ഷെറിൻ പിന്നിൽ നിന്ന് കൈ വലിച്ചെടുത്ത് കയ്യിലിരുന്ന ആൽബം കൊണ്ട് അലീനയുടെ തലയ്ക്ക് തന്നെ ഒരൊറ്റയടി. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാക്രമണം ആയിരുന്നതിനാൽ അലീന ഞെട്ടിപ്പോയി. അടിക്ക് നല്ല ശക്തിയും ഉണ്ടായിരുന്നു. അവളുടെ പ്രജ്ഞ മങ്ങുന്നതായും കണ്ണു നിറയുന്നതായും ചെയ്തു. എല്ലാം 3-4 നിമിഷം കൊണ്ട് കഴിഞ്ഞു. ഷെറിന്റെ ചൂണ്ടുവിരൽ അലീനയുടെ മുഖത്തിന് നേരെ നീണ്ടു നിന്നു. അവൾ ആക്രോശിക്കുകയാണ്, കള്ളി, നുണച്ചി, എന്റെ മോളെ കാട്ടിത്തരാമെന്ന് പറഞ്ഞ് എവിടെ പോയി നീ? അലീനയ്ക്ക് അത് കേട്ടപ്പോൾ സങ്കടമായി. അലീന അവളുടെ ചൂണ്ടിയ വിരലിൽ പിടിച്ചു, മറ്റേ കൈ തോളിലും. ഇതിനാണോ എന്നെ അടിച്ചത്? ഇതിന് തന്നെയാ. അടിച്ചപ്പോൾ എന്നോടുള്ള ദേഷ്യം തീർന്നോ? ഇല്ല, ഇനിയും ദേഷ്യമുണ്ട്. എന്നാൽ ഇനിയും അടിച്ച് ദേഷ്യം തീരുന്നത് വരെ അടിച്ചോ? ഷെറിൻ വീണ്ടും അടിക്കുവാൻ കയ്യോങ്ങി. അലീന നിവർന്നു നിന്നു കൊടുത്തു. അപ്പോൾ ഷെറിൻ, അല്ലെങ്കിൽ വേണ്ട, അടിക്കുന്നില്ല. പെട്ടെന്ന് അവൾ കൈ താഴ്ത്തി. അടിച്ചോ, ദേഷ്യം തീരട്ടെ. എത്ര അടിച്ചാലും ദേഷ്യം തീരില്ല. എന്നെ പറ്റിച്ചില്ല നീ. എൻ്റെ മോളെ കൊണ്ട് തരുമോ എന്ന് പറഞ്ഞിട്ട് എവിടെ കൊണ്ടുവന്നോ? അയ്യോ റാണി ആൻറ്റി, 1-2 ആഴ്ച കൊണ്ട് നടക്കുന്ന കാര്യമാണോ ഇത്? മോളെ എവിടെ നിന്ന് കണ്ടുപിടിക്കണമെന്ന് സമയവും വേണ്ടേ? അല്ലെങ്കിൽ റാണി ആൻറ്റി പറഞ്ഞു തരണം മോള് ഏത് ഓർഫനേജിലായിരുന്നു എന്ന്. ഷെറിൻ വിഷാദത്തോടെ പറയുകയാണ്, അറിയില്ല എനിക്ക് എവിടെയാണെന്ന്. സാരില്ല, നമുക്ക് കണ്ടുപിടിക്കാം കേട്ടോ. അലീന അവളുടെ തോളത്തുകൂടി കൈയിട്ട് മെല്ലെ നടത്തി കട്ടിലിൽ കൊണ്ടു ചെന്നിരുത്തി. അവളുടെ കയ്യിലിരുന്ന ഫോട്ടോ ആൽബം നോക്കിക്കൊണ്ട് ചോദിച്ചു, ഇതേതാണ് ഈ ആൽബം? എന്നെ കാണിക്കുമോ? കാണിക്കാം, പക്ഷേ ആരോടും പറയരുത്. അയ്യോ, പറഞ്ഞാൽ എന്താ? പറയോ? ഇല്ല, പറയില്ല. ഡയറിയുടെ വലുപ്പത്തിലുള്ള ആൽബം ഷെറിൻ തുറന്നു കാണിച്ചു. അവൾ പഠിച്ചുകൊണ്ടിരുന്ന കാലത്തെ ഫോട്ടോഗ്രാഫുകളായിരുന്നു അതിൽ അടക്കം ചെയ്തിരുന്നത്. കുട്ടിക്കാലത്തെ ചില പടങ്ങൾ, സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തെ ചില ചിത്രങ്ങൾ, കോളേജ് വിദ്യാഭ്യാസ കാലത്ത് കൂട്ടുകാരുമൊത്തുള്ള ചില ഗ്രൂപ്പ് ഫോട്ടോകൾ. എന്നാൽ പിന്നീടുള്ള പേജുകൾ കണ്ട ചില ചിത്രങ്ങൾ അലീനയെ ആശ്ചര്യപ്പെടുത്തി. അവയെല്ലാം ജിജോമോന്റെ ഫോട്ടോഗ്രാഫുകൾ ആയിരുന്നു. അലീന മാമച്ചന്റെ വീട്ടിൽ വെച്ച ജിജോമോന്റെ ധാരാളം ഫോട്ടോ കണ്ടിട്ടുള്ളതിനാൽ അവ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞു. ജിജോയും ഷെറിനും കൂടി നിൽക്കുന്ന ചില പടങ്ങളും ഉണ്ടായിരുന്നു. അതിൽ ജിജോമോന്റെ ഫോട്ടോയിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അലീന ചോദിക്കുകയാണ്, ഇതാരാ ആൻറ്റി? ആരെങ്കിലും കേൾക്കുമോ എന്നറിയുവാൻ ചുറ്റും നോക്കിയിട്ട് ഷെറിൻ പതിയെ പറയുകയാണ്, എൻ്റെ മോളുടെ പപ്പയാട്ടോ. അയ്യോ, ഇതെങ്ങനെ സംഭവിച്ചു? ആ, അതൊരു കഥയാ. ഇപ്പൊ പറഞ്ഞ ആരെങ്കിലും കേൾക്കും. ഇവിടെ ആർക്കും അറിയില്ല, എല്ലാവർക്കും അറിയാം. ആർക്കൊക്കെ? അലീന ഷെറിന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ഷെറിൻ, ഇതൊക്കെ അറിഞ്ഞിട്ട് എന്തിനാണെന്നോ? മോൾ എവിടെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടേ ആൻറ്റി. അപ്പോഴേക്കും ദിയാമോളും ജോൺ പോളും കൂടി വാതിക്കൽ വന്നു അലീനയെ വിളിക്കുവാൻ തുടങ്ങി. കുട്ടികൾ ഒരിക്കലും ഷെറിന്റെ റൂമിലേക്ക് കടന്നു വരാറില്ല. അവർക്ക് ഷെറിനെ ഭയമാണ്. കണ്ണുരുട്ടി കാണിച്ചും കൈനഖങ്ങൾ നാക്കും പുറത്തേക്ക് തുറച്ചു കാണിച്ചും അവൾ മുമ്പ് അവരെ ഭയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അലീന പറയുകയാണ്, ഞാൻ പോയിട്ട് കുറച്ച് കഴിഞ്ഞു വരാം കേട്ടോ, എന്നാ ഇത് സൂക്ഷിച്ചു വെച്ചോ. അലീന ആൽബം അവൾക്ക് തിരിച്ചു നൽകിയിട്ട് എഴുന്നേറ്റ് പോന്നു. വൈകുന്നേരം 4 മണിയോടുകൂടി ഔസേപ്പച്ചനും വത്സമ്മയും സാന്ദ്രയും ജോസുകുട്ടിയും മിലനും എത്തിച്ചേർന്നു. ആൽബർട്ടും ഭാര്യയും റോണിയും ശോഭയും കൂടി വന്നു ചേർന്നതോടെ തറവാട്ടിൽ ഒരു ഉത്സവ പ്രതീതിയായി. ഈ സമയത്ത് ആൻസി അലീനയോട് ചോദിക്കുകയാണ്, നിങ്ങളെന്താ പെസഹ വ്യാഴാഴ്ച വരാതിരുന്നത്? അങ്ങനെയായിരുന്നെങ്കിൽ എല്ലാവർക്കും കൂടി ഇവിടെ പെസഹ ആഘോഷിക്കാമായിരുന്നല്ലോ. അലീന അതിനൊരു ചെറു ചിരിയോടുകൂടി മറുപടി പറയുകയാണ്, പപ്പ സമ്മതം മൂളി വന്നപ്പോഴേക്കും ശനിയാഴ്ചയായി അല്ലേ വല്യപ്പച്ച? അപ്പോൾ ഔതക്കുട്ടിച്ചായൻ, എന്നാലും അവൻ സമ്മതിച്ചല്ലോ, അത് തന്നെ വലിയ കാര്യം. പിറ്റേ ദിവസം ഈസ്റ്റർ ഞായറാഴ്ചയായിരുന്നു. രാത്രി തന്നെ എല്ലാവരും പള്ളിയിൽ പോയി വന്നു. സ്ത്രീകൾ അടുക്കളയിൽ ഒത്തുകൂടി സദ്യവട്ടങ്ങൾ ഒരുക്കി. കുട്ടികൾ നാനാതരം കളികളുമായി വീട്ടിലും പരിസരത്തും ബഹളം വെച്ച് നടന്നു. അലീന 2 ടീമിലേക്കും മാറി മാറി ഓടിക്കൊണ്ടേയിരുന്നു. സ്റ്റാൻലിയും ഔസേപ്പച്ചനും ആൽബർട്ടും റോബർട്ടും ഉച്ച മുതൽ ആരംഭിച്ചു വന്ന മദ്യവിരുന്ന് രാത്രി 11 മണി വരെ നീണ്ടു. സ്റ്റാൻലി കാറിന്റെ ഡിക്കിയിൽ ഇട്ടുകൊണ്ടുവന്ന മുന്തിയ തരം മദ്യം എത്ര കഴിച്ചിട്ടും ആൽബർട്ടിനും ഔസേപ്പച്ചനും റോബർട്ടിനും വേണ്ടത്ര മിനുങ്ങുന്നില്ല എന്നൊരു ഖേദം ബാക്കി നിന്നു. അവർ കരുതി വെച്ചിരുന്ന നാടൻ ബ്രാൻഡി കൂടി ചെന്നപ്പോഴാണ് ശരിക്കും ഒരു ഓളം കിട്ടിയത്. നേരം പാതിര കഴിഞ്ഞപ്പോഴാണ് വീടിനുള്ളിലെ ഒരു ഉല്ലാസവും ബഹളവും കെട്ടടങ്ങിയത്. തിങ്കളാഴ്ച സ്റ്റാൻലിയും അലീനയും തിരിച്ചു പോവുകയാണെന്ന് അറിഞ്ഞപ്പോൾ കുട്ടികൾ നിരാശരായി. പരീക്ഷയെല്ലാം കഴിഞ്ഞ് അവ സമ്മർ വെക്കേഷൻ മൂഡിലായിരുന്നു. ആ സമയത്ത് കുട്ടികൾ ഒരാഴ്ച തറവാട്ടിൽ നിൽക്കട്ടെ, മുതിർന്നവരെല്ലാം തിരികെ പോവുക എന്നൊരു അഭിപ്രായ ഭേദഗതിയും ഉണ്ടായി. സ്റ്റാൻലി പക്ഷേ അലീനയെ തറവാട്ടിൽ നിർത്തിയിട്ട് തനിയെ തിരികെ പോകാൻ തയ്യാറായിരുന്നില്ല.
ഒരാഴ്ച ഒന്നിച്ചുകൂടി താമസിച്ച് ഒടുക്കം ബോറടിക്കുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ മാസത്തിൽ ഒരിക്കലോ മറ്റോ ഒത്തുകൂടുന്നതാണെന്ന് റോബർട്ടും അഭിപ്രായപ്പെട്ടു. ഉച്ചയ്ക്ക് പുറപ്പെടുവാനിരുന്ന യാത്ര വൈകുന്നേരത്തേക്കായി മാറ്റിയത് അലീനയുടെ അപേക്ഷപ്രകാരമായിരുന്നു. ഇടയ്ക്ക് അലീന സ്റ്റാലിയെ സമീപിച്ച് ഇത്തവണ റാണി ആന്റിയെ കൂടി നമുക്ക് കൂടെ കൊണ്ടുപോകാം എന്നൊരു അഭ്യർത്ഥന വെച്ചു. സ്റ്റാൻലി പതിവ് പോലെ ഞൊടിയിടയിൽ തന്നെ അപേക്ഷ നിരസിച്ചു. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല പപ്പ, ആന്റി ഉണ്ടെങ്കിൽ എനിക്ക് അവിടെ ഒരു കൂട്ടാവുമല്ലോ. അവിടെ നിനക്ക് കൂട്ടിന് എന്താണ് ഇത്ര കുറവ്? ഞാനില്ലേ, അപ്പച്ചനില്ലേ, നിന്നോട് ഇഷ്ടമുള്ള പ്രാവുകളും നായ്ക്കളും ഒക്കെ ഉണ്ടല്ലോ. അതുമാത്രമല്ല, നിനക്ക് എവിടെയാണ് കൂട്ടുകൂടാൻ സമയമൊക്കെ ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം പപ്പ. അലീന പറയുന്നത് കേട്ട് അവൾ ഒരു മനോരോഗിയാണ്, മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ അവൾ വയലൻ്റ് ആവും. കൂടെ കൂടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയോ അവളെ ചികിത്സിക്കുന്ന ഡോക്ടറുമായി കൺസൾട്ട് ചെയ്യുകയോ ഒക്കെ ചെയ്യേണ്ടി വരും. എനിക്കതിനൊന്നും സമയമില്ല. തന്നെയുമല്ല, നിനക്ക് ഈ ഉത്തരവാദിത്വം ഒക്കെ ഏറ്റെടുക്കാൻ സാധിക്കുമോ? പപ്പ സഹായിച്ചില്ലെങ്കിലും വലിയപ്പച്ചൻ ഉണ്ടല്ലോ നമ്മുടെ കൂടെ. ആ കൊള്ളാം, ഇവിടെ നിന്നുകൊണ്ട് അവളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട അപ്പച്ചൻ കുളത്തുപുഴയിൽ വന്ന് താമസിക്കുകയാണ്. അത്രയ്ക്കുണ്ട് അപ്പച്ചൻ്റെ ചുമതലാബോധം. പപ്പയ്ക്ക് റാണി ആൻറ്റിയുടെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വവും ഇല്ലേ? എനിക്കെന്ത് ഉത്തരവാദിത്വം? ഞാനല്ല ഇതൊന്നും വരുത്തി വെച്ചത്. അപ്പച്ചനും എൻ്റെ അനുജന്മാരും കൂടി ചേർന്ന് ചെയ്തു വെച്ചതാണ്. പിന്നെ അവളുടെ കയ്യിലിരിപ്പും. മാനസിക രോഗം ആരെങ്കിലും വരുത്തി വെക്കുന്നതാണോ പപ്പ? ഓരോരോ വിഷമങ്ങൾ താങ്ങാൻ കഴിയാതെ വരുമ്പോൾ മനസ്സിൻ്റെ സമനില തെറ്റി പോകുന്നതല്ലേ. അലീന, നീ ആവശ്യമില്ലാതെ എന്നോട് തർക്കിക്കരുത്. ഇത് നമ്മുടെ പ്രശ്നമല്ലെന്ന് നീ ആദ്യം മനസ്സിലാക്കണം. എനിക്കില്ല അതിൽ യാതൊരു പങ്കുമില്ല. ഇവളെ സംബന്ധിച്ച് ഒരു കാര്യവും അപ്പച്ചനോ എൻ്റെ അനുജന്മാരോ ഒരിക്കലും എന്നെ അറിയിച്ചിട്ടില്ല. അവളുടെ കല്യാണം ഉറപ്പിച്ചിട്ട് എന്നെ ക്ഷണിച്ചു. ഞാൻ പോയി കല്യാണം കൂടി, അവിടെ തീർന്നു. പപ്പ പ്ലീസ് പപ്പ, ഇങ്ങനെ കഴി ഒഴിഞ്ഞു മാറരുത്. ഒരാങ്ങളയ്ക്ക് അനുജതിമാരുടെ മേലുള്ള ഉത്തരവാദിത്തം ആരെങ്കിലും ഏൽപ്പിച്ച് തരേണ്ടതാണോ? അത് ജന്മന തന്നെ കിടപ്പുള്ളതല്ലേ. അല്ലെങ്കിൽ പിന്നെ കൂടപ്പിറപ്പുകൾ എന്നൊക്കെ പറയുന്നതിൽ എന്തർത്ഥമാണ്? പപ്പയുടെ അനുജത്തിക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് ആരും അറിയിച്ചില്ലെങ്കിലും പപ്പ തിരക്കി ചെല്ലണമായിരുന്നു. പപ്പയ്ക്ക് റാണി ആന്റിയെപ്പറ്റി ഒന്നും അറിയില്ലെങ്കിലും ആ തെറ്റ് പപ്പയുടെ തന്നെയാണ്. സ്റ്റാൻലിക്ക് പെട്ടെന്ന് ഒരു ഉത്തരം കിട്ടിയില്ല. തൻ്റെ മകൾ തൻ്റെ മർമ്മത്ത് തന്നെയാണ് കുത്തിയിരിക്കുന്നതെന്ന് അയാൾക്ക് മനസ്സിലായി. ഒടുവിൽ അയാൾ പറയുകയാണ്, എനിക്ക് എൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തൻ്റെ സമയമില്ല. അങ്ങനെ ആരുടെയും കാര്യത്തിൽ ശ്രദ്ധയില്ലാതെ പപ്പ ഇപ്പോൾ എൻ്റെ കാര്യങ്ങൾ നോക്കുന്നില്ലേ? അപ്പോൾ മനസ്സ് വെച്ചാൽ എല്ലാം നടക്കും പപ്പ. നടക്കാത്തത് ഇതിപ്പോൾ നിന്റെ ആവശ്യം അപ്പച്ചനോ ഔസേപ്പച്ചനോ ആൽബർട്ടോ ഒന്നും സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സമ്മതിപ്പിക്കണം പപ്പയല്ലേ മക്കളിൽ മൂത്തയാള്. എൻ്റെ അനുജത്തി എൻ്റെ വീട്ടിൽ കുറച്ച് ദിവസം താമസിക്കട്ടെ എന്ന് പപ്പ പറഞ്ഞാൽ ആരാ അതിനെ തടയാൻ വരിക? അലീന, അവളുടെ പ്രശ്നങ്ങളൊക്കെ അവർക്ക് മാത്രമേ അറിയൂ. നമ്മൾ അതിൽ തലയിടാതിരിക്കാം എന്നതാണ് ബുദ്ധി. അതിൻ്റെ പേര് ബുദ്ധിയെന്നല്ല പപ്പ, മനഃപൂർവ്വമുള്ള വെച്ചൊഴിയൽ എന്നാണ്. റാണി ആൻറ്റിയുടെ പ്രശ്നം എന്താണെന്ന് എനിക്കറിയാമല്ലോ. എറണാകുളത്ത് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരാളുമായി ഇഷ്ടത്തിലായി. ആ ചെറുപ്പക്കാരൻ ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു. അന്ന് ഗർഭിണിയായിരുന്ന ആൻറ്റി ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചു. ആ കുട്ടിയെ ഓർഫനേജിലാക്കിയിട്ട് എല്ലാവരും കൂടി ആഘോഷമായി റാണി ആൻറ്റിയുടെ വിവാഹം അങ്ങ് നടത്തി. റാണി ആൻറ്റിക്ക് വിവാഹത്തിന് മുമ്പ് ഒരു കുട്ടി ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞപ്പോൾ ഭർത്താവ് അവരെ ഉപേക്ഷിച്ചു. റാണി ആൻറ്റിക്ക് ഇപ്പോൾ ഭർത്താവുമില്ല, കുട്ടിയുമില്ല. ഇതല്ലേ പ്രശ്നം? സ്റ്റാൻലി സ്തബ്ധനായി നിൽക്കുകയാണ്. ഇതെല്ലാം തൻ്റെ മകൾ എവിടെ നിന്ന് മനസ്സിലാക്കി? ആരാണ് ഇവൾക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുത്തത്? എന്തൊക്കെയോ ചില അഭ്യൂഹങ്ങൾ കേട്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ തനിക്ക് പോലും ഇതൊന്നും അറിയില്ലായിരുന്നല്ലോ. ഷെറിന്റെ ജീവിതത്തിൽ ഇത്രയൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് അപ്പച്ചൻ പോലും തന്റെ മുമ്പിൽ വെളിപ്പെടുത്തിയിട്ടില്ല. സ്വന്തം തറവാട്ടിൽ താൻ എന്നും അനഭ്യമതനായിരുന്നു എന്ന് സ്റ്റാൻലി അപ്പോൾ ഓർത്തു. അപ്പച്ചനും മറ്റു മക്കളും ചേർന്ന് ഓരോ തീരുമാനങ്ങൾ എടുക്കും, അവരത് നടപ്പിലാക്കും. പലതും താൻ അറിയുക പോലുമില്ല. ചിലപ്പോൾ ഭംഗിക്ക് വേണ്ടി എന്തെങ്കിലും സൂചന തന്നെങ്കിലായി, ഇല്ലെങ്കിലായി. പക്ഷെ ഇപ്പോൾ അലീന പറഞ്ഞതെല്ലാം സത്യം തന്നെയാണോ? ഈ ചിന്തകൾക്കിടയിൽ അലീന വീണ്ടും യാചനാ സ്വരത്തിൽ വിളിക്കുകയാണ്, പപ്പ, സ്വന്തം മകളെ നഷ്ടപ്പെട്ട ഒരമ്മയാണത്. തൻ്റെ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയാത്ത ഒരമ്മ. എനിക്ക് റാണി ആൻറ്റിയെ ആശ്വസിപ്പിക്കാൻ സാധിക്കുമെന്നൊരു വിശ്വാസം വരുന്നുണ്ട്. ഉറക്ക ഗുളികകളും ജയിലറകളും അടച്ചിട്ട പോലെ ഒരു ജീവിതവും ഇല്ലാതെ തന്നെ റാണി ആൻറ്റിയുടെ മനസ്സ് തണുപ്പിക്കുവാൻ കഴിയുമെങ്കിൽ അതല്ലേ പപ്പ നല്ലത്. തങ്ങളുടെ സംസാരം ആരെങ്കിലും കേൾക്കുന്നുണ്ടോ എന്ന് ചിന്തിച്ചുകൊണ്ട് സ്റ്റാൻലി ഒരു പതർച്ചയോടെ ചുറ്റിലേക്ക് നോക്കി. എന്നിട്ട് പറയുകയാണ്, ഞാനൊന്ന് ആലോചിക്കട്ടെ. ഇത്രയും പറഞ്ഞ ശേഷം സ്റ്റാൻലി മുറിക്ക് പുറത്തേക്ക് കടന്നു. അലീനയ്ക്ക് ആശ്വാസമായി. പപ്പ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സമ്മതിച്ചു എന്ന് തന്നെയാണെന്ന് ഇപ്പോൾ അവൾക്കറിയാം. ഉച്ചയോടെ എല്ലാം കഴിഞ്ഞു. സ്റ്റാൻലി വീണ്ടും അലീനയുടെ അടുത്ത് വന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, അവളെ കൊണ്ടുപോകണോ നമ്മുടെ കൂടെ? നമ്മുടെ പ്രൈവസി, പിന്നെ നിന്റെ ശ്രദ്ധ എല്ലാം നഷ്ടപ്പെടും. അതിന് അലീന, പപ്പയുടെ ഇഷ്ടം പോലെ ചെയ്തു. എന്നെ ഓർത്ത് റാണി ആൻറ്റിയെ വിളിച്ചുകൊണ്ട് പോകണ്ട. പപ്പയ്ക്ക് റാണി ആൻറ്റിയുടെ അടുത്ത് സ്നേഹം ഉണ്ടെങ്കിൽ മാത്രം കൊണ്ടുപോയാൽ മതി. സ്റ്റാൻലി വിഷമത്തിലായി. അയാൾ ഔതക്കുട്ടിച്ചായൻ്റെ അഭിപ്രായം ആരാഞ്ഞു. അപ്പച്ച, അലീനയ്ക്ക് ഒരാഗ്രഹം, റാണിമോളെ കൂടി കുളത്തൂപ്പുഴയ്ക്ക് കൊണ്ടുപോകണമെന്ന്. ആ കാറിൽ ഇരുന്നപ്പോൾ അവൾ എന്നോടത് പറഞ്ഞിരുന്നു. കൊണ്ടുപോകുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. അത് വേണോടാ ലാലിച്ച.
ഇപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കുക അവിടെ. അവിടെ ചെല്ലുമ്പോൾ ഇനി അതങ്ങ് കൂടിയെങ്കിലോ? അപ്പച്ച, അതൊക്കെ കുറയുമെന്നാണ് അലീന പറയുന്നത്. എടാ, വേറൊരു കുഴപ്പമുണ്ട്. ഒരിളക്കം വരുമ്പോൾ അവൾ കണ്ണിൽ കാണുന്നവരെയൊക്കെ നിലവിളിച്ച് പറയും അവൾക്കൊരു മോളുണ്ടെന്നും അതിനെ ആരോ കൊന്നുകളഞ്ഞുമെന്നും ഒക്കെ. ഇവിടെ അടച്ചിരിക്കുന്നത് കൊണ്ടും ജോലിക്കാരും ഇല്ലാത്തത് കൊണ്ടും അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അവിടെ ചെല്ലുമ്പോൾ ജോലിക്കാരെ തന്നെ എത്ര പേരാ. അതൊക്കെ ശരിയാ. പക്ഷേ അലീന നോക്കിക്കൊള്ളാം എന്നാ പറയുന്നത്. ലാലിച്ച, ഇളക്കം വന്നാൽ അവളെ പിടിച്ചാൽ നിൽക്കുമോ? ഇവിടെ ആൽബിയും റോമിയും ഔസേപ്പച്ചനും ഒക്കെ കൂടി എന്ത് മൽപ്പിടുത്തം പിടിച്ചിട്ടാണെന്നറിയുമോ അവളെ വണ്ടിയെ കയറ്റി ആശുപത്രിയിൽ വരെ ഒന്ന് കൊണ്ടുപോകുന്നത്. അവിടെയാണെങ്കിൽ എന്ത് ചെയ്യും? പൗലോസും രാജപ്പനും ബൈജുവും ഒക്കെ അറിയണം നിനക്ക് വട്ടുപിടിച്ച ഒരു പെങ്ങളുണ്ടെന്ന്. അവന്മാർ കുളത്തുപുഴ മുഴുവൻ അത് പറഞ്ഞു വരുത്തും. അപ്പച്ച, അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നാണ് അലീന പറയുന്നത്. അവൾക്ക് എന്താ അറിയാവുന്ന? ഇതിനോടകം 2 തവണ മാത്രമല്ലേ അവൾ ഇവളെ കണ്ടിട്ടുള്ളൂ. അതും വലിയ കുഴപ്പമില്ലാതിരുന്ന നേരത്ത്. നമുക്കൊന്ന് പരീക്ഷിക്കാം അപ്പച്ച. കുറച്ച് ദിവസം നോക്കിയിട്ട് പറ്റുന്നില്ലെങ്കിൽ ഇങ്ങോട്ട് തന്നെ അങ്ങ് കൊണ്ടുവിട്ടേക്കാം. സ്റ്റാൻലി തീരുമാനം എടുത്തു കഴിഞ്ഞു. പക്ഷെ ഔസേപ്പച്ചനും ആൽബർട്ടിനോടും റോബർട്ടിനോടും പറഞ്ഞപ്പോൾ അവർ വിസമ്മതം പ്രകടിപ്പിച്ചു. വേണ്ട ലാലിച്ചായ, ലാലിച്ചായന് കഷ്ടപ്പാടാ. അവളുടെ മരുന്നും മാത്രവും നേരവും കാലവും ഒക്കെ ഇവിടെയുള്ളവർക്ക് മാത്രമേ അറിയുള്ളൂ. നീ മിണ്ടാതിരേടാ, അലീനെ നോക്കിക്കോളും. എല്ലാം അവൾ ഉറപ്പ് തന്നിട്ടുണ്ട്. ചുമ്മാ കണ്ണും മെഴിച്ച് നോക്കിയിരുന്നാൽ പോരാ. ഇവിടെ ഞങ്ങളൊക്കെ കിടന്ന് പെടുന്ന പെടാപ്പാട് ലാലിച്ചായന് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് ശരി, അങ്ങനെയാണെങ്കിൽ എനിക്കും അതൊന്നും അറിയണമല്ലോ. ഞാനും കൂടി ഒന്ന് നോക്കട്ടെടാ. ഒന്നുമില്ലെങ്കിലും അവളുടെ മൂത്ത സഹോദരനല്ലേ ഞാൻ. അതിൻ്റെ പേരിൽ നിങ്ങൾ വാശിയൊന്നും കാണിക്കേണ്ട. നിങ്ങളെപ്പോലെ എനിക്കും ഉണ്ടല്ലോ ഒരവകാശം. ലാലിച്ചായ, ഞങ്ങളോട് സമ്മതമൊന്നും ചോദിക്കണ്ട. അപ്പച്ചനോട് ചോദിച്ചാൽ മതി. അപ്പച്ചനോട് ഞാൻ സമ്മതം ചോദിച്ചു. അപ്പച്ചൻ സമ്മതിക്കുകയും ചെയ്തു. ഇത്രയും കേട്ടതോടെ അനുജന്മാർ 3 പേരുടെയും മുഖം ഇരുണ്ടു. അവർ പരസ്പരം നോക്കി. 2 ദിവസം കൊണ്ടുണ്ടായ ആഹ്ലാദവും ഉല്ലാസവും സഹോദരഭാവവും എല്ലാം മങ്ങിയതുപോലെയായി. റോബർട്ട് പെട്ടെന്ന് അകത്തേക്ക് ചെന്ന് ആൻസിയോട് അഭിപ്രായം ആരാഞ്ഞു. അപ്പോൾ ആൻസി പറയുകയാണ്, കൊണ്ടുപോട്ടെന്നേ. പെങ്ങളെ ശുശ്രൂഷിക്കുന്നതിന്റെ സുഖം ചേട്ടനും കൂടി ഒന്ന് അറിയട്ടെ. വത്സമയാണെങ്കിൽ അലീനയോട് അനുകൂലിക്കുന്ന മട്ടിലാണ് ഔസേപ്പച്ചനോട് സംസാരിച്ചത്. അലീനയല്ലേ കൊണ്ടുപോകുന്നേ? ചിലപ്പോൾ എന്തെങ്കിലും മാറ്റം ഉണ്ടായാലോ? നമ്മൾ എത്ര നാളായി ചികിത്സ തുടങ്ങിയിട്ട് ഇതുവരെ വല്ല ഗുണവും ഉണ്ടായോടി? ഇത് പതുക്കെ പതുക്കെ മാറൂ. സാരമില്ല, അലീന ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ. അതല്ലേ വത്സമേ, പ്രശ്നം ലാലിച്ചായനും അലീനയും ഒന്നും അറിയാത്ത ചില പ്രശ്നങ്ങളും ഉണ്ട്. അതെല്ലാം അവൾ പറഞ്ഞെങ്കിലോ? ഇത്രയൊക്കെ സംഭവിച്ചിട്ട് എന്തുകൊണ്ട് എന്നൊക്കെ എന്നെ അറിയിച്ചില്ല എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് മറുപടിയൊന്നും പറയാനില്ലെന്നേ. ഇനിയിപ്പോൾ ഉടക്കാനൊന്നും പോകണ്ട ഔസേപ്പച്ചായ. വരുന്നത് പോലെ വരട്ടെ. ഷെറിനെ കുളത്തുപുഴയ്ക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനം ഉറപ്പിച്ചതോടെ അലീന ഷെറിൻ്റെ മുറിയിലെത്തി. എന്നിട്ട് പറയുക, എഴുന്നേറ്റ് വേഗം ഡ്രസ്സ് ചെയ്യ്, നമുക്ക് പോകാമെന്നോ? എൻ്റെ മോളെ കാണാനാ? ഷെറിൻ്റെ കണ്ണുകൾ തിളങ്ങുവാൻ തുടങ്ങി. അല്ലല്ലല്ല, കുളത്തുപുഴയ്ക്ക്. അവിടെ നമുക്ക് ഒരുമിച്ച് താമസിക്കാം. ഞാൻ വരുന്നില്ല. എനിക്ക് എങ്ങോട്ടും പോകണ്ട. അങ്ങനെ പറയരുത്. നമുക്ക് അവിടെ ചെന്നിട്ട് സമാധാനമായിട്ട് മോളെ അന്വേഷിക്കാം. വേണ്ട, ഇവിടെ ഇരുന്ന് അന്വേഷിച്ചാൽ മതി. ഇവിടെ എപ്പോഴും വാതിലടിച്ചിരിക്കുകയല്ലേ. നമുക്ക് പുറത്തിറങ്ങി നടക്കുവാൻ അനുവാദമുണ്ടോ? ഇല്ലല്ലോ. അതേസമയം എൻ്റെ കൂടെ വന്നാൽ നമുക്ക് പറന്ന് നടന്ന് എല്ലായിടത്തും നോക്കാം. അലീന പുഞ്ചിരിയോടുകൂടി ആ വാക്കുകൾ പറയുമ്പോൾ ഷെറിൻ ചോദിക്കുകയാണ്, അവളെ ജീവനോടെ ഉണ്ടോ? തീർച്ചയായിട്ടും നമുക്ക് കണ്ടുപിടിക്കാവുന്നേ. എന്നെ ആരും വിടില്ല ഇവിടുന്ന്. അതാണ് പ്രശ്നം. അത് സാരമില്ല, അനുവാദമെല്ലാം ഞാൻ മേടിച്ചിട്ടുണ്ട്. എഴുന്നേൽക്ക്, പോകാം. എനിക്ക് കുളിക്കണം. കുളത്തുപുഴയ്ക്ക് ചെന്നിട്ട് കുളിക്കാം. എനിക്കിപ്പോൾ കുളിക്കണം. ഷെറിൻ കെഞ്ചുകയാണ്. ഒടുവിൽ ഷെറിനെ കുളിക്കുവാൻ അനുവദിച്ചു. പക്ഷേ ഷെറിൻ കുളി കഴിഞ്ഞ് ഇറങ്ങി വരാൻ 1.5 മണിക്കൂർ എടുത്തു. വന്നപ്പോഴാകട്ടെ അവളുടെ മൂടാകെ മാറിപ്പോയി. ചിരിയില്ല, സംസാരമില്ല, നേരെ നോക്കുന്നു പോലുമില്ല. മുഖത്ത് വല്ലാത്തൊരു മ്ലാനത. എങ്കിലും അലീന പറഞ്ഞതെല്ലാം അവൾ ഒരു സ്വപ്നാടനത്തിൽ നിന്ന പോലെ അനുസരിച്ചു. ആൻസി വന്ന ഷെറിൻ്റെ മരുന്നുകൾ എടുത്ത് അലീനയെ ഏൽപ്പിച്ചു. അവ കഴിക്കേണ്ട വിധവും പാലിക്കേണ്ട ചിട്ടകളും മനോരോഗത്തിൻ്റെ വിവിധ പ്രകടനങ്ങളിൽ പെരുമാറേണ്ട വിധങ്ങളും എല്ലാം വിശദീകരിച്ചു കൊടുത്തു. വൈകുന്നേരം 5:30 മണിയോടെ അവർ കുളത്തുപുഴയ്ക്ക് പുറപ്പെടുവാൻ തയ്യാറായി. അലീന എല്ലാവരോടും യാത്ര പറഞ്ഞു. ശോഭിയും റോണിയും ഇന്ന് തിരിച്ചു പോകുന്നില്ല. അവർ 2 ദിവസം കൂടി കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. ജോസുകുട്ടിയും സാന്ദ്രയും ഇലയിനും ഇന്നുകൂടി തറവാട്ടിൽ നിന്നിട്ട് നാളെ പോകും. അലീന അവരെ എല്ലാവരെയും കുളത്തുപുഴയിലേക്ക് ക്ഷണിച്ചു. അവധിക്കാലല്ലേ, നിങ്ങൾ അങ്ങോട്ട് കൂടി വാ. നമുക്ക് അവിടെ 10 ദിവസം അടിച്ചു പൊളിച്ച് ആഘോഷിക്കാം. പെട്ടെന്ന് ജോൺ പോൾ, വേണ്ട, അവിടെ വന്നാലേ പട്ടി കടിക്കും. കുളത്തുപുഴയിലെ കുറിച്ച് അവൻ അത്രയേ അറിയുള്ളൂ. അവിടെ ഭീമാകാരമായ നായ്ക്കളുണ്ട്. കഴിഞ്ഞ തവണത്തെ പോലെ ഇത്തവണയും അവിടെ യാത്ര അയക്കാൻ എല്ലാവരെയും സിറ്റ് ഔട്ടിൽ എത്തിയിരുന്നു. കാർ പുറപ്പെട്ടപ്പോൾ ദിയാമോൾ കൈവീശിക്കൊണ്ട് കുറേ ദൂരം പിറകെ ഓടി. അലീനയും ഷെറിനും ബാക്ക് സീറ്റിലാണ് ഇരുന്നിരുന്നത്. അലീന ഷെറിൻ്റെ കൈ എടുത്ത് മടിയിൽ വെച്ച് തലോടിക്കൊണ്ടേയിരുന്നു. അവർ കുളത്തുപുഴയിൽ എത്തിയപ്പോൾ സന്ധ്യ കഴിഞ്ഞു. അലീന അപ്പോൾ ഷെറിനോട് ചോദിക്കുക, ഇവിടെ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ? ഉവ്വെന്ന് ഷെറിൻ തലയാട്ടി. അലീന ഷെറിനെ തൻ്റെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് പറയുകയാണ്, ഇനി നമ്മൾ 2 പേരും ഒരുമിച്ച് ഈ മുറിയിലാണ് കിടക്കുന്നത്.
അലീന പറഞ്ഞതൊന്നും ഷെറിൻ കേട്ടതേയില്ല. അവൾ ചുറ്റും പരതിയതിനു ശേഷം ചോദിക്കുകയാണ്, എൻ്റെ മോൾ എവിടെ? ശാന്തതയോടെ അലീന ഷെറിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിക്കുകയാണ്, റാണി ആൻറ്റി മോളെ കണ്ടിട്ട് എത്ര വർഷമായി? ഷെറിൻ വിരലുകൾ മടക്കി എണ്ണി എന്നിട്ട് പറയുകയാണ്, 3. അന്ന് അവൾക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? 2 വയസ്സ്. എവിടെ വെച്ചായിരുന്നു റാണി ആൻറ്റി മോളെ അവസാനമായി കണ്ടത്? ഓർഫനേജിൽ. അപ്പോൾ അലീന ആകാംക്ഷയോട് ചോദിക്കുകയാണ്, ഏത് ഓർഫനേജിലായിരുന്നു എന്ന്. റാണി ആൻറ്റി ഓർക്കുന്നുണ്ടോ? തിരുവനന്തപുരത്ത്. അത്രയും കേട്ടപ്പോഴേക്കും അലീന ഉദ്വേഗഭരിതയായി. തിരുവനന്തപുരത്തോ? തിരുവനന്തപുരത്ത് എവിടെ? ഷെറിൻ അലീനയുടെ മുഖത്തേക്ക് സംശയത്തോടെ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. മനസ്സിലുള്ളൊന്ന് തുറന്നു പറയണോ പറയാതിരിക്കണോ എന്നൊരു ശങ്ക അവളെ അലട്ടുന്നുണ്ടെന്ന് അലീനയ്ക്ക് തോന്നി. അലീന പറയുകയാണ്, എന്നോട് ധൈര്യമായിട്ട് പറഞ്ഞു, എങ്കിലല്ലേ എനിക്ക് മോളെ കണ്ടുപിടിച്ച് തരാൻ പറ്റുകയുള്ളൂ. ഷെറിൻ അങ്ങ് നോക്കിയിട്ട് പതിയെ പറയാണ്, ശ്രീകാര്യം എന്ന സ്ഥലത്താ ഓർഫനേജിന് പേര് ലിറ്റിൽ ഫ്ലവർ. അലീനയ്ക്ക് ആ ഓർഫനേജ് നന്നായി അറിയാമായിരുന്നു. വരുന്ന ബാക്കിയുള്ള വിശേഷങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നതാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്